ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരും സുഖമായിട്ടിരിക്കണു എന്ന് വിചാരിക്കണു. ഇന്ന് ഞാൻ നോമ്പ് തുറക്കെ നല്ല ഒരു സർബത്തായിട്ടാണ് വന്നിരിക്കുന്നത്. മുന്തിരി സർബത്ത്. നല്ല ടേസ്റ്റിയാണ് മുന്തിരി സർബത്ത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ സർബത്ത് നിങ്ങൾ പറയണം കേട്ടോ. വീഡിയോ ഞാൻ അധികം ലെങ്തി ആക്കണില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനാശംസിക്കുന്നു. മുന്തിരി, നറുനീണ്ടി, പാല് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല ഒരു സർബത്ത് ഉണ്ടാക്കാം. ഇത് നിങ്ങളുടെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യം കഴിക്കാൻ പറ്റിയ ഒരു സർബത്താണ്. ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാം നല്ല മുന്തിരി ഉണ്ട്. നല്ല കറുത്ത കുരുവില്ലാത്ത മുന്തിരിയാണ് ഇതിന് വളരെ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകിയതിന് ശേഷം ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് കുറച്ച് പാല്, 2 ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ട പാലാണ് ഞാൻ ഇവിടെ എടുക്കണത്. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നറുനീണ്ടി സിറപ്പിന് നല്ല മധുരമാണ്. ഇവിടെ 1 സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. മുന്തിരിയും പാലും കൂടി നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തു. നല്ല ലാവൻഡർ കളറാണ് വന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് വൈൻ കളറാണ് മുന്തിരി. ഇത് പാലും കൂടി ചേർത്തപ്പോൾ നല്ല ലാവൻഡർ കളർ. നല്ല ഭംഗിയിട്ട് കാണാം അല്ലേ? കണ്ടാൽ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും. അപ്പം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. കസ്കസ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നറുനീണ്ടി സിറപ്പ് ഒഴിക്കാം. ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ മുന്തിരി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ നോമ്പ് തുറക്ക് വേണ്ടിയുള്ള മുന്തിരി സർബത്ത് ഇവിടെ റെഡിയായി. വളരെ എളുപ്പമാണ്, അധികം സമയമൊന്നും വേണ്ട. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യൂ. നമുക്ക് പുതിയ റെസിപ്പീസായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എന്തെളുപ്പമല്ലേ സർബത്ത് ഉണ്ടാക്കാൻ? എന്തിനാ നമ്മൾ ബേക്കറിയിലൊക്കെ പോയി സർബത്ത് കുടിക്കണേ? നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും വെച്ച് നമുക്ക് ഉണ്ടാക്കി വെക്കൂടെ അല്ലേ? വളരെ സിമ്പിൾ. അതാ പറഞ്ഞത്, സിമ്പിളായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം സിമ്പിളാവും. അതായത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ വിചാരിക്കില്ലേ? അപ്പോൾ നമുക്കതൊക്കെ വളരെ ബുദ്ധിമുട്ടായി തോന്നും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സർബത്ത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. ബൈ.